ആ माणिक्यवीणामुपलालयन्तीं मदालसां मञ्जुळवाग्विलासां माहेन्द्रनीलद्युतिकोमलाङ्गीं मातङ्गकन्यां मनसा स्मरामि। चतुर्भुजे चन्द्रकलावतंसे कुचोन्नते कुङ्कुमरागशोणे पुण्ड्रेक्षुपाशाङ्कुशपुष्पबाणहस्ते नमस्ते जगदेकमातः। സുപ്പാമണി, മാഷ വെങ്കിടിക്കിപ്പോ എങ്ങനെയുണ്ട്? അല്പാശ്വാസമുണ്ട്. ഈ മുറിക്കുള്ളിലൊക്കെ വീൽ ചെയർ ഉരുട്ടി നടക്കും. എപ്പോഴും പുറത്തേക്ക് ഇറങ്ങണമെന്നാ വിചാരം. നല്ല കാലം മുഴുവൻ പാട്ടും കച്ചേരിയുമായിട്ട് നടന്നതാ. അപ്പൊ പിന്നെ വയസ്സുകാലത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുവോ? അടങ്ങിയിരുന്നേ മതിയാവൂ. അല്ലാച്ചാ നോക്കിയിരിക്കാൻ ആരെങ്കിലും വേണ്ടേ? തൻ്റെ കാര്യം വല്ലതും തീരുമാനിച്ചോ? നാള് ചേരുമ്പോൾ ഗ്രഹനില ചേരില്ല. എല്ലാം ഒത്തുവന്നു വെച്ചാൽ എനിക്ക് പിടിച്ചതാവില്ല. കുറേ കണ്ടുമടുത്തു. ഇനി എനിക്കായിട്ട് ജനിച്ചോളൂ ഇങ്ങോട്ട് അന്വേഷിച്ചു വരട്ടെ. എല്ലാം ഈശ്വര നിശ്ചയം. അപ്പാ അപ്പാ, ചായ. സൂക്ഷിച്ച് സൂക്ഷിച്ച്. ഓ, ഈ മറുതയ്ക്കും മകനും വേറെ ഒരു പണിയില്ല. രാവിലെ തുടങ്ങി. കല്യാണിയാ രാഗം. കല്യാണിയും കളവാണിയും കൊണ്ട് കാലക്ഷേപം കഴിക്കാൻ നടക്കുന്നു കള്ളന്മാര്. എവിടം വരെ പോവും നോക്കട്ടെ. പറ്റിയില്ലാച്ചാ ഒരു പരാതി എഴുതി കൊടുക്കും, ശബ്ദ മലിനീകരണം എന്നും പറഞ്ഞു. പാടില്ല കുട്ടിയെ. തിരുവല്ലാപുരത്തും തിരുവയ്യാറും ശിശുസമ്പത്തുള്ള പാട്ടിനെ പ്രാണൻ പോലെ കൊണ്ടു നടന്ന തഞ്ചാവൂർ വെങ്കിട്ടരമണിൻ്റെ മകനാ നീ. അപ്പാടെ പാട്ടിൻ്റെ സമ്പാദ്യമല്ല, അമ്മ വളർത്തിയ പശുക്കളാ അന്നം മുട്ടിച്ചതും പഠിപ്പിച്ചതും. അല്ലാച്ചാ ജീവിതകാലം മുഴുവൻ ഉച്ചവൃത്തിക്ക് നടക്കേണ്ടി വന്നേനെ. എനിക്ക് നിന്റെ ആഹാരമൊന്നും വേണ്ട. ഉണ്ണാവൃതവും പാരണയൊക്കെ ഏതെങ്കിലും അമ്പലത്തിൽ ഭജന ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ താമസിക്കുമ്പോൾ വേണ്ട.
ഇരമ്പിയാർക്കുന്ന കടല് പോലെ ശിഷ്യസമ്പത്തുണ്ടായിരുന്നല്ലോ. ഇപ്പം ആരെങ്കിലും നോക്കാനുണ്ടോ? വെങ്കിട്ടരമണൻ സിദ്ധി കൂടാറായി. ഇനി ഒന്നും കിട്ടാനില്ലെന്ന് അവർക്കറിയാം. പുറത്തുനിന്ന് ആകാശം ഒന്ന് കാണാൻ. ദാ നോക്കിയാട്ടെ, ഒരാകാശം മുഴുവനായിട്ടും. ഇവിടെ സഹായത്തിന് ഒരാളെ വേണമെന്ന് പറഞ്ഞിരുന്നു. എവിടുന്നാ? തിരുമുല്ലാപുരത്തുനിന്ന്. വെപ്പും ദഹനമൊക്കെ അറിയോ? കുറേശ്ശെ. പോരാ, മുഴുവനായിട്ടും വേണം. എന്താ പേര്? ശേഷഗോപാലൻ. പാടുവോ? അല്പം. പടിക്ക് പുറത്ത് വയ്ക്കാമെങ്കിൽ അകത്തേക്ക് വരാം. ചോറും കറികളും വെക്കണം, തറ തുടച്ച് വൃത്തിയാക്കണം, അപ്പാക്ക് സമയാസമയം ആഹാരം കൊടുക്കണം, ടോയ്ലറ്റിൽ കൊണ്ടുപോകണം. പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ കേടുവരുത്തിയ ശമ്പളത്തിൽ നിന്ന് ഈടാക്കും. സമ്മതമാണെങ്കിൽ ഇവിടെ കൂടാം. പണിക്കിടയിലോ അല്ലാതെയോ ഒരു പാട്ട് പോലും മുളിയേക്കരുത്. യാ ദാറ്റ്സ് ഇനഫ്. അത് നിങ്ങൾ ആ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ്സ് ക്ലിയർ ചെയ്യും. അതർവൈസ് ഐ ആം ഹെൽപ്ലെസ്. തേനിനെ തേടി വന്ന ഒരു ഉറുമ്പ്. തഞ്ചാവൂർ വെങ്കിട്ടരമണന്റെ പാട്ടുമോഹിച്ചു വന്ന തിരുമുല്ലാപുരം ശേഷഗോപാലൻ. ശ്രീരാമചന്ദ്രപ്രഭു പാദം തുണ. എൻ്റെ മനസ്സ് നീ അറിഞ്ഞു. പാട്ട് പഠിക്കാൻ വിടുവേലയ്ക്ക് തയ്യാറായി അല്ലേ? നല്ല കാര്യം. നിനക്ക് വിദ്യ തന്നില്ലാച്ച ഗുരുപരമ്പര പൊറുക്കില്ല. സംഗീതം പഠിച്ചിട്ടുണ്ടോ? കീർത്തനം വരെ. ചൊല്ലിക്കോളൂ. സരസ്വതി നമസ്തുഭ്യം വരദേ വരദേ കാമരൂപിണീം വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. രാമം ഭജേ ശ്യാമോ മനസ രാമം ഭജേ ശ്യാമോ വത്സ രാമം ഭജേ ശ്യാമോ മനസ രാമം ഭജേ ശ്യാമോ വത്സ രാമം ഭജേ ശ്യാമോ മനസ രാമം ഭജേ
പരിപാടി ബുക്ക് ചെയ്യാൻ വരുന്നവരാ. തകർത്തോടാ. നിർത്ത്. ഒന്ന് സ്റ്റേഷൻ വരെ വരണം. ശബ്ദമലിനീകരണം നടത്തുന്നെന്ന് പറഞ്ഞ് സുബ്രഹ്മണ്യ അയ്യങ്കാർ ഒരു പരാതി തന്നിട്ടുണ്ട്. നേരിൽ കണ്ടു, ബോധ്യപ്പെട്ടു. വൈകിക്കണ്ട. സ്വാമിക്ക് പാട്ട് കേൾക്കാൻ ഞാനൊരു സൂത്രം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണാവോ? അണ്ണം വരുന്നതിന് മുമ്പ് എന്നെ തിരിച്ചേൽപ്പിക്കണേ. സമജവര ഗമന സമജവര ഗമന സമജവര ഗമന സമജവര. രാമം ഭജേ സാമം മനസ. നേരിയൊരു പ്രഷർ വേരിയേഷൻ. ഇപ്പം നോർമലായി. 2 സ്റ്റിച്ചിൻ്റെ ചെറിയൊരു മുറിവുണ്ട്. സ്കാനിങ്ങിൽ കുഴപ്പമൊന്നുമില്ല. അഡ്മിഷൻ്റെ ആവശ്യമൊന്നുമില്ല. മഠത്തിലേക്ക് പൊക്കോളും. എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ ഞാൻ അങ്ങോട്ട് വരാം. ശരി. രാമം ഭജേ സാമം മനസ. പട്ടരുടെ പാൽപ്പായസത്തിൽ മധുരം കലക്കാൻ വന്ന സാമദ്രോഹി, നിന്നെ ഇനി ഇവിടെ കണ്ടുപോകരുത്. എന്നെ കൊന്നാലും വേണ്ടില്ല, എനിക്ക് സ്വാമി ഒന്ന് കാണണം തോന്നി. പഠിപ്പ് മുടക്കരുത്. താൻ എനിക്കൊരു സഹായം ചെയ്യണം. ഒരു കത്തെഴുതണം. എഴുതിക്കോളൂ. തഞ്ചാവൂർ വെങ്കിടരമണൻ ഗുരുദക്ഷിണ ആവശ്യപ്പെടുന്നു. തിരുവയ്യാർ ത്യാഗരാജ സംഗീതോത്സവത്തിന് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരണം. അഡ്രസ് എഴുതിക്കോളൂ. പത്മശ്രീ ലക്ഷ്മിദാസൻ, പ്ലേബാക്ക് സിംഗർ, ഇന്ത്യ. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും തപാൽ വകുപ്പ് എത്തിച്ചോളൂ. വലിയ പാട്ടുകാരനായില്ലേ? എല്ലായിടത്തെ പുണ്യം.
അപ്പ ഇതെങ്ങോട്ടോ ഒരുങ്ങിയിരിക്കും പോലെ. തിരുവയ്യാറിന് എന്നെ കൂട്ടാനാ ലക്ഷ്മിദാസൻ വന്നിരിക്കണേ. അപ്പാക്ക് പ്രായമായി, ഇപ്പൊ യാത്ര ചെയ്യാവുന്ന അവസ്ഥയല്ല, ക്ഷമിക്കണം. അപ്പാ, ഇത് എന്തു ഭാവിച്ചാ? ഉറങ്ങണില്ലേ? വേണ്ട, തന്ത്രി പൊട്ടിയ തമ്പുരു പോലെയായി ഞാൻ. അപമാനിതനായി. മരിച്ചാലും തീരാത്ത എന്തോ. ഞാൻ അത്ര ഭാരമാണോ കുട്ടി? പറയേ. ലക്ഷ്മിദാസൻ അപ്പയുടെ ശിഷ്യനാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇത്ര വലിയ ശിഷ്യസമ്പത്തുണ്ടായിട്ട് ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? ഞാൻ എന്തുറപ്പില്ല അപ്പായെ അവരുടെ കൂടെ അയക്കുന്നേ. എൻ്റെ ഗുരു ഇവിടെ തടവറയിലാണെന്നറിയാൻ വൈകി. നിങ്ങൾക്ക് ഈ സംഗീതജ്ഞനെ സംരക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകുന്നു. വായിക്കിരീടെ എൻ്റെ പറയിക്കാം. തിരക്കില്ലെങ്കിൽ വരാം. തടയാൻ ശ്രമിക്കരുത്. ഒരുപാട് ആസ്വാദകരുടെ പാട്ടുകാരനാണ് ഞാൻ. गुरुस्मरण विना निजे मन शान्तिना, गुरुकृपा विना निजे देहां जीवुना.